നമ്മൾ പറഞ്ഞ് ഓർഡർ കൊടുക്കുകയല്ലേ ചെയ്യുക. ഓർഡർ ചെയ്തിട്ട് അരമണിക്കൂർ കൂടുതലായില്ലേ ഡോക്ടറെ? ഹോസ്പിറ്റലിന് അതിന്റെ പ്രോട്ടോകോൾ ഉണ്ട്. എന്ത് പ്രോട്ടോകോൾ? ആളുടെ ജീവനാണോ പ്രോട്ടോകോളാണോ വലുത്? നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്താ? ഞങ്ങൾ കുറെ നേരമായല്ലോ, ഞാനും വേളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുടെ ഇഷ്യൂ നമുക്കുണ്ട്. എത്ര ഡോക്ടർ തന്നെ സീരിയസ് വെച്ച പറഞ്ഞ ഡോക്ടർ അതനുസരിച്ചിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. ആംബുലൻസ് റെഡി. എന്താ റിപ്പോർട്ടിന് ഇത്ര താമസം? ഞങ്ങൾ ചോദിക്കുന്ന റിപ്പോർട്ട് റിപ്പോർട്ട് CD കൊടുത്തു. ഞാനാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. ആൻജിയോഗ്രാം ചെയ്തു. എന്റെ വർക്ക് കഴിഞ്ഞ് ഇനി ഹോസ്പിറ്റലിൽ നിന്ന് രോഗിനെ ഷിഫ്റ്റ് ചെയ്യണ്ടേ? അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്നാ ചോദിക്കാൻ. പറഞ്ഞവനെ കൊണ്ടുവന്നോ? റിപ്പോർട്ട് കൊടുത്തു മിസ്റ്റർ. ആ ബില്ലടിച്ചതിന്റെ രസീത് പറഞ്ഞ അവിടെ കൊടുത്തേ. ഇനി അത് തരാത്തോണ്ടാണ് ആ ബില്ല് കൊണ്ട് കൊടുത്തണം. പൈസ ഒക്കെ അടച്ചിട്ടുണ്ട്, 2 രസീതും കയ്യിലുണ്ട്. അത് അവർക്കറിയാലോ. അത് അവിടെ കൊണ്ട് കൊടുത്താലേ വിടുകയുള്ളൂ ആളല്ലേ. ബില്ലടിച്ചിട്ടുണ്ട്, ബില്ലൊന്നും പൈസ ഇല്ല. ആ ബില്ല് കൊണ്ട് ആ ബില്ല് കൊണ്ട് മോളിൽ കൊടുത്ത് എന്നാലും ആളെ വിടുകയുള്ളൂ. ഇവര് ഇറച്ചിക്കടയാണ്. ഇറച്ചിക്കടയിലും ഒരു ദിവസം ഒരു മനുഷ്യന്റെ ജീവനാ. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് അരമണിക്കൂറായല്ലോ ഡോക്ടർ. ഡോക്ടർക്ക് ഒന്നും അല്ല ഇതൊന്നും എത്ര അല്ല. ഒരു മിനിറ്റ് ഡോക്ടർ പ്ലീസ് ഡോക്ടർ അത് സീരിയസ് അല്ലേ? സീരിയസ് മാറ്റർ ആണ് ഡോക്ടർ അല്ലേ പറഞ്ഞത്? സീരിയസ് മാറ്റർ ഞാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മളപ്പോ തന്നെ ഞാൻ എന്റെ പ്രൊസീജിയർ ചെയ്തോ. തൂപ്പ് തൊട്ട എല്ലാ പരിപാടികളും ഉണ്ട്. അതെല്ലാം ഡോക്ടർ അല്ല എന്റെ ഡ്യൂട്ടി മാത്രം കേട്ടിരിക്കാൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. എന്റെ ജോലി കഴിഞ്ഞോ? ഞാൻ വന്ന് നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് 5 മിനിറ്റിനുള്ളിൽ എന്റെ ജോലി ഞാൻ തീർത്തോ? ഞാൻ നിങ്ങളോട് പറഞ്ഞോ എത്രയും പെട്ടെന്ന് പോണെന്ന്. ബാക്കിയുള്ളത് രോഗിനെ ഒന്ന് റിലീസ് ചെയ്ത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് വെയിറ്റ് ചെയ്യും. ബില്ലെടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. ബില്ലടച്ചു. ബില്ലൊക്കെ അടച്ചിട്ട് സമയമായി. ആംബുലൻസ് വന്ന് കിടക്കുന്നു. ഇവിടെ ആരാ ഉത്തരവാദിത്തപ്പെട്ട ആളാരാ? PR ആരാ? നിതിനാണോ? നിതിനാണോ PR? ആരാ PR? ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ല നിങ്ങൾക്ക്. ഇത് ഞങ്ങൾ നേരിട്ട് എടുത്തുകൊണ്ടിരണോ? ബലമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകണോ? റിപ്പോർട്ട് വെയിറ്റ് ചെയ്യണമാണ്. ഞങ്ങൾ ഒരാളോട് വെയിറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് മേടിച്ചോണ്ട് പോകാനല്ല. ഞാൻ പത്രക്കാരെ വിളിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പത്രക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ മാധ്യമങ്ങൾ വരുമ്പോ നിങ്ങൾ കൊടുക്കും. പത്രക്കാരെ വിളിച്ചിട്ടുണ്ട്. പോലീസിനെ വിളിക്കാം. പത്രക്കാരെ വിളിച്ചിട്ടുണ്ട്. അല്ല, പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പേടിയൊന്നുമില്ല. പേടിയുടെ അല്ല സാറ്. മനുഷ്യന്റെ ദൈവം ഒരു ഞാൻ ഡോക്ടറെ ഉപദേശിച്ചിട്ടില്ല. ഇല്ലില്ല, ഞങ്ങളുടെ ഭയപ്പാടാ, മനസ്സിന്റെ ഭയപ്പാടാ ഞങ്ങൾ പറയണേ. ഞങ്ങൾ മനസ്സിന്റെ ടെൻഷനാ. റിലീസ് ചെയ്യാൻ അരമണിക്കൂർ 1 മണിക്കൂറും കളയാന്ന് പറയുന്നത് ന്യായമുണ്ടോ? ഡോക്ടർ പറ. ഡോക്ടറെ മനസാക്ഷി പറഞ്ഞേ ഇത്രയും വെയിറ്റ് ചെയ്യാമോ? സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റിന് ഡോക്ടർക്ക് ഉറപ്പല്ലേ? എനിക്ക് ഉറപ്പാണ്. അല്ലേ? ആ പേഷ്യന്റിനെ അവിടുന്ന് റിലീസ് ചെയ്യാൻ അരമണിക്കൂറോ 1 മണിക്കൂറോ കളയാന്ന് പറഞ്ഞാൽ അത് എന്ത് ന്യായം? ഡോക്ടർ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് പ്രൊസീജിയർ? അല്ല, ഡോക്ടർ പോകട്ടെ. ഇനി ബാക്കി നോക്കിയാൽ മതി. ഡോക്ടർ പൊക്കോളൂ. ഡോക്ടർ പൊക്കോ, കുഴപ്പമില്ല. അരമുക്കാൽ മണിക്കൂറായി ഒരു ഹാർട്ട് പേഷ്യന്റിന്. നമ്മളൊന്നും അല്ല, ഞങ്ങളുടെ വികാരം, ഞങ്ങളുടെ വിഷമം പറയുക. അല്ല ഡോക്ടർ അല്ല, അങ്ങനെയൊക്കെ സംസാരിക്കല്ലേ പ്ലീസ്. ഡോക്ടർ ഒരു ഡോക്ടറല്ലേ. ഞങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കണം, ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കണം നിങ്ങൾ. ശരി, ഓക്കെ. ഇവിടുത്തെ നിങ്ങളുടെ ഓതറൈസേഷൻ ആരെങ്കിലും ഉണ്ടോ? ആരാ PR? ഇതാണ് ആരാ ഇതിന്റെ PR? ആരാ? താങ്കളാണ് PR? ആരാണ് PR? ഇത്ര സമയം പോയില്ല, ഇനി അതിന് പരിഹാരമില്ല. ഇത്രയും നിങ്ങൾ താമസിക്കുന്നെന്താ? പൈസ അടയ്ക്കും. പൈസ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. വെള്ളില്ല, പൈസയുടെയാ. പൈസ അടച്ചിട്ട് ബില്ല് കൊടുത്താൽ ആളെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. ബില്ല് കൊടുത്തയച്ചു. അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് തന്നൂടെ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും കൊണ്ടുപോകണം.
റിപ്പോർട്ട് അത്ര സീരിയസ് ആയിട്ടുള്ള കേസാണ് ഡോക്ടർ തന്നെ പറയുന്നു. ഡോക്ടർ പറയുന്നത് എമർജൻസി എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ ഡോക്ടർ ഇപ്പൊ അരമണിക്കൂർ കൂടുതലായി നമ്മുടെ ഒരു ആൻജിയോഗ്രാമിന്റെ റിപ്പോർട്ട് അടിക്കാൻ എന്തോരം സമയം വേണം? ഒരു ആൻജിയോഗ്രാം റിപ്പോർട്ടും കാര്യം ഡിസ്റ്റിങ് എല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് തരണം. നമുക്ക് അതെങ്കിലും ഒരു റിപ്പോർട്ടെങ്കിലും വേണ്ടി നമുക്ക് ഒരു 2 മിനിറ്റിൽ നമുക്ക് സമയം 2 മിനിറ്റിൽ അരമണിക്കൂർ കൂടുതലായി. ഞങ്ങൾ ചെന്ന് 3 പ്രാവശ്യം ചെന്ന് ബില്ലടിക്കാൻ ബില്ലടച്ച് കൊടുക്കാൻ പറഞ്ഞു. ബില്ല് 15,000 രൂപ ബില്ലടച്ച് അതിന്റെ കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തു. നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഒരു എമർജൻസി ഡോക്ടറൊന്നും സംസാരിക്കുന്ന രീതിയൊന്നുമല്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞു എന്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ പോവാ, ബാക്കി ഹോസ്പിറ്റലുകാരോട് ചോദിച്ചോ, എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഏകദേശം ഇവിടെ ചെയ്യാത്തതിന്റെ വിഷമാണോ? എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാ. അല്ല ചെയ്യാത്തൊരു വിഷമമില്ല. അത് ചെയ്യാത്തതിന്റെ വിഷമം പറഞ്ഞു. അല്ല എനിക്ക് കുഴപ്പമില്ല. അല്ല അങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല, ചെയ്യാത്തതിന്റെ വിഷമം പറഞ്ഞു. എന്താ പറയാ, എന്നാ പിന്നെ നിങ്ങൾ അവർക്ക് ഞങ്ങളെ വിളിച്ചണിപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചു. അതൊരു അബദ്ധം ഞങ്ങൾക്ക് പറ്റി ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളൊരു തെറ്റ്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയും. എന്റെ ഒരു കോട്ടപ്പടിയാ. ആ ഞാൻ പറഞ്ഞ തന്നെ അത്യാവശ്യം അറിയുകയും ചെയ്യും. അറിയപ്പെടുന്ന ആളാ. അടുത്ത ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തിനാ പിന്നെ ഉറക്കത്തിന് വിളിക്കാൻ ഞങ്ങളെന്തിനാ ബുദ്ധിമുട്ടിച്ചെന്നാ ചോദിച്ചേ ഡോക്ടർ ചോദിച്ചേ. ശരിക്കും കച്ചവടക്കാരനല്ല ഒരു വർക്കാണ്. ഇറച്ചിക്കട അല്ലേ? അല്ലേ, ആവശ്യമില്ല. ഇതിനല്ല ഇപ്പൊ ഒരെണ്ണം കിടക്കുക, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് എത്രയായി മാഷേ? നമ്മൾ സംസാരിച്ചിട്ട് ഇപ്പൊ എത്ര സമയമായി? ഇപ്പൊ നിങ്ങൾക്ക് എന്താ തരാൻ, താഴേക്ക് ആളെ തരാൻ താമസം എന്താ? അല്ല എന്താ ആളെ നമുക്ക് തരാനുള്ള താമസം എന്താ? ജീവനോടെ തരല്ലേ ആളെ? ഒരു സീരിയസ് ആണെന്ന് പറഞ്ഞ കേസ് അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ലേ? ജാഫർ എന്താടാ? ആ ജാഫറിനെ സ്റ്റേഷനായിട്ടൊന്നും നിർത്താൻ പറയാം. എന്തായാലും കിട്ടുന്ന പറയാം. എന്നെ ഉണ്ടായിരിക്കണം. ഈ മിണ്ടാതിരിക്കലാണ് ഇവിടെ ഉണ്ടാവണം. പ്രതികരിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവണം. പ്രതികരിച്ചപ്പോൾ ആളെയും തരില്ല നമുക്ക്. പോരാറായില്ലേ?